എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം ഇന്നേ വരെ സാക്ഷ്യം വഹിക്കാത്തത്ര ഭയാനകമായ ഒരു വെടിക്കെട്ടിനാണ് ഇന്ന് ഇന്ത്യ-നെതർലൻഡ്സ് മത്സരം വേദിയായത്. ആവേശത്തിന്റെ സർവ്വ അതിരുകളും ലംഘിക്കപ്പെട്ട ഈ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റർമാർ നെതർലൻഡ്സ് ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ പിച്ച് ചീന്തുകയായിരുന്നു. ടോസ് നേടി ആദ്യം ബൌൾ ചെയ്യാൻ തീരുമാനിച്ച സ്കോട്ട് എഡ്വേർഡ്സ് വരാനിരിക്കുന്ന ആ കൊടുങ്കാറ്റിനെക്കുറിച്ച് ഒട്ടും ബോധവാനായിരുന്നില്ല. ഇഷാൻ കിഷനൊപ്പം ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനിറങ്ങിയത് മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസണായിരുന്നു. അദ്ദേഹം ക്രീസിലേക്ക് നടന്നെടുത്തപ്പോൾ തന്നെ ഗ്യാലറിയിലെ ആരവം അതിരുകൾ ഭേദിച്ചിരുന്നു. കഴിഞ്ഞ മത്സരങ്ങളിലെ നിരാശകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഡച്ച് ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ കണ്ണീര് കുടിപ്പിക്കുന്ന ബാറ്റിംഗ് വിസ്മയമാണ് സഞ്ജു പുറത്തെടുത്തത്. പോൾ വാൻ മീക്കറിനെയും ലോഗൻ വാൻ ബീക്കിനെയും അതിർത്തി കടത്തിക്കൊണ്ട് അവിശ്വസനീയമാം വിധം വേഗത്തിൽ സഞ്ജു തന്റെ ചരിത്ര സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ സ്പോർട്സ് ലോകം എഴുന്നേറ്റുനിന്ന് കൈയടിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ കവർ ഡ്രൈവുകളും പുൾ ഷോട്ടുകളും ക്രിക്കറ്റ് സൗന്ദര്യത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു. സഞ്ജുവിന്റെ ഈ ബാറ്റിംഗ് വെടിക്കെട്ടിന് പൂർണ്ണ പിന്തുണ നൽകിയ ഇഷാൻ കിഷനും തന്റേതായ രീതിയിൽ കളം നിറഞ്ഞതോടെ പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഇന്ത്യ വമ്പൻ സ്കോറിലേക്ക് കുതിക്കുകയായിരുന്നു. തന്റെ സ്വപ്നതുല്യമായ സെഞ്ചുറിക്ക് ശേഷം സഞ്ജു കൈൽ ക്ലെയിന്റെ പന്തിൽ തലയുയർത്തി മടങ്ങിയതിനു പിന്നാലെ വന്ന് യുവതാരം തിലക് വർമ്മ ഒട്ടും സമയം കളയാതെ ആക്രമിച്ചു കളിച്ചു. 9-ാം ഓവറിൽ 100 കടന്ന ഇന്ത്യ 10 ഓവറിൽ 128 റൺസ് എന്ന അതിശക്തമായ നിലയിലെത്തി. എന്നാൽ 11-ാം ഓവറിൽ കളിയുടെ ഗതി മാറി. ആര്യൻ ദത്ത് എടിഞ്ഞ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ 10 പന്തിൽ 24 റൺസ് എടുത്ത് തിലക് വർമ്മ പുറത്തായി. തൊട്ടടുത്ത പന്തിൽ സർപ്രൈസ് പ്രൊമോഷൻ കിട്ടിയിറങ്ങിയ ശിവം ദൂബെ അക്കൗണ്ട് തുറക്കും മുൻപേ ക്ലീൻ ബൗൾഡ് ആയതോടെ ഇന്ത്യൻ ക്യാമ്പ് ശരിക്കും ഞെട്ടി. പെട്ടെന്ന് 2 വിക്കറ്റുകൾ വീണതോടെ ക്രീസിൽ ഒന്നിച്ച ഇഷാൻ കിഷനും നായകൻ സൂര്യകുമാർ യാദവും വളരെ ബുദ്ധിപൂർവ്വം സിംഗിളുകളിലൂടെ റൺസ് കണ്ടെത്തി വിക്കറ്റ് വീഴ്ച തടഞ്ഞു. എന്നാൽ 15-ാം ഓവറിൽ വീണ്ടും ഗിയർ മാറ്റിയ ഇഷാൻ കിഷൻ ഒരു ഫോറും 2 പടുകൂറ്റൻ സിക്സറുകളും പറത്തിയതോടെ സ്കോർ 165-ലെത്തി. നിർഭാഗ്യവശാൽ 16-ാം ഓവറിൽ 41 പന്തിൽ 7 സിക്സറുകളും 5 ഫോറുകളും അടക്കം 95 റൺസ് എടുത്ത കിഷൻ വലിയൊരു ഷോട്ടിന് ശ്രമിച്ച് ഔട്ടായി. തുടർന്ന് ക്രീസിലെത്തിയത് അപകടകാരിയായ ഫിനിഷർ ഹാർദിക് പാണ്ഡ്യ. നേരിട്ട 2ാമത്തെ പന്തിൽ തന്നെ പടുകൂറ്റൻ സിക്സർ പറത്തി ഹാർദിക് തന്റെ ഉദ്ദേശം വ്യക്തമാക്കി. 17-ാം ഓവറിൽ സൂര്യകുമാർ യാദവ് 3 മനോഹരമായ ഫോറുകൾ കൂടി നേടിയതോടെ 18-ാം ഓവറിൽ ഇന്ത്യ 230 റൺസ് പിന്നിട്ടു. അവസാന 2 ഓവറുകളിൽ ഡക്സ് ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ കൂട്ടക്കുരുതി ചെയ്യുകയായിരുന്നു ഇരുവരും. ആ 2 ഓവറുകളിൽ മാത്രം അവർ 48 റൺസാണ് അടിച്ചുകൂട്ടിയത്. അവസാന ഓവറുകളിൽ ഹാർദിക് 3 തീപ്പൊരി സിക്സറുകൾ പറത്തിയപ്പോൾ സൂര്യ 2 സിക്സും 1 ഫോറും നേടി. അങ്ങനെ ഇന്ത്യ 20 ഓവറിൽ 289 റൺസ് എന്ന പർവ്വത സമാനമായ സ്കോർ പടുത്തുയർത്തി. 24 പന്തിൽ 7 അവിശ്വസനീയ സിക്സറുകളോടെ 69 റൺസ് എടുത്ത ഹാർദിക്കും 71 റൺസ് എടുത്ത സൂര്യകുമാറും പുറത്താകാതെ നിന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ നെതർലൻഡ്സിന് 290 എന്ന വലിയ സ്കോർ മാനസികമായി തന്നെ വലിയൊരു ഭാരമായിരുന്നു. ആദ്യ ഓവർ മുതൽ ബുംറയുടെയും അർഷ്ദീപിന്റെയും കൃത്യതയാർന്ന ലൈൻ ലെങ്തിലും പേസിലും അവർ ശ്വാസം മുട്ടി. ഓപ്പണർമാരിൽ നിന്നും വലിയ തുടക്കം പ്രതീക്ഷിച്ചെങ്കിലും 28 റൺസിൽ നിൽക്കെ മാക്സ് ഒഡൌട്ട് ക്യാച്ചായി മടങ്ങി. അധികം വൈകാതെ 3 ഫോറും 1 സിക്സും നേടിയ മൈക്കൽ ലെവിറ്റും വരുൺ ചക്രവർത്തിയുടെ പന്തിൽ കീഴടങ്ങിയതോടെ സ്കോർ 2-31 തകർന്നു. പിന്നീട് ബാറ്റ് ചെയ്ത ബാസ് ഡി ലീഡും കോളിൻ അക്കർമാനും ചേർന്ന് സ്കോർ 65 വരെ എത്തിക്കാൻ ശ്രമിച്ചു. എന്നാൽ അക്ഷർ പട്ടേലിന്റെ മാന്ത്രിക പന്തുകളിൽ അക്കർമാൻ വീണു. നായകൻ സ്കോട്ട് എഡ്വേർഡ്സ് തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ച് 29 പന്തിൽ 3 ഫോറും 1 സിക്സറും അടക്കം 37 റൺസ് നേടിയെങ്കിലും ജാക്ക് ലിയോൺ കാഷെ അവസാന ഓവറുകളിൽ ആര്യൻ ദത്ത് എന്നിവർക്ക് ലക്ഷ്യത്തിൽ അടുക്കാൻ പോലും ആയില്ല. വരുൺ ചക്രവർത്തിയും അക്ഷർ പട്ടേലും മധ്യ ഓവറുകളിൽ വിക്കറ്റുകൾ കൊയ്ത് അവരുടെ നടുവോടിച്ചു. എന്നാൽ ജസ്പ്രീത് ബുംറയും അർഷ്ദീപ് സിംഗും വാലത്തെ എറിഞ്ഞിട്ടു. ഒടുവിൽ 19.5 ഓവറിൽ വെറും 147 റൺസിന് നെതർലൻഡ്സ് ഇന്നിംഗ്സ് അവസാനിച്ചു. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ സർവ്വ ആധിപത്യം പുലർത്തിയ ടീം ഇന്ത്യ നെതർലൻഡ്സിനെ നാമാവശേഷമാക്കിക്കൊണ്ട് നേടിയത് ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഗംഭീരമായ വിജയങ്ങളിലൊന്നാണ്. ഇതൊരു വെറും സന്നാഹ മത്സരം മാത്രമായിരുന്നു എന്നോർക്കുമ്പോഴാണ് ഈ പ്രകടനത്തിന്റെ യഥാർത്ഥ ഭീകരത നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു പ്രാക്ടീസ് മാച്ചിൽ തന്നെ ഇന്ത്യൻ ടീം ഇങ്ങനെയൊരു സർവനാശമാണ് വിതച്ചതെങ്കിൽ ഇനി വരാനിരിക്കുന്ന യഥാർത്ഥ ലോകകപ്പ് മത്സരങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എതിരാളികൾ ആരായാലും അവരെ നിഷ്കരുണം അടിച്ചൊതുക്കാൻ പോകുന്ന ഒരു സംഘമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഈ ഒരു ഫോമും ആത്മവിശ്വാസവും തുടരുകയാണെങ്കിൽ ഇത്തവണത്തെ T20 ലോകകപ്പ് കിരീടം ഇന്ത്യ തന്നെ സ്വന്തമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അവസരത്തിൽ നിങ്ങളോട് 2 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ കാഴ്ചവെച്ച ഈ വെടിക്കെട്ട് സെഞ്ചുറി യഥാർത്ഥ ലോകകപ്പ് മത്സരങ്ങളിലും ആവർത്തിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ ഈ കൊടുങ്കാറ്റായി മാറുന്ന ഇന്ത്യൻ ടീമിനെ ഇത്തവണത്തെ ലോകകപ്പിൽ തടഞ്ഞു നിർത്താൻ കെൽപ്പുള്ള ഏതെങ്കിലും ഒരു ടീം ഉണ്ടെങ്കിൽ അതാരായിരിക്കും എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ്
കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.